ഹായ് ഫ്രണ്ട്സ്. ഓണം സീരീസിലെ സെക്കൻഡ് എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ ഞാൻ മമ്മിയുടെ സ്പെഷ്യലായ രസം എങ്ങനെ ഉണ്ടാക്കുന്നത് ആ റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത്. മമ്മി തന്നെ ഇത് ഉണ്ടാക്കുന്നത്, മമ്മിയുടെ അടുത്ത് നിന്ന് അറിയാം. മമ്മി ആദ്യം എന്തൊക്കെയാണ് വേണ്ടത്? ആദ്യം വേണ്ട ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, കുറച്ച് ഉപ്പിട്ട വെള്ളം ഒഴിച്ച് വെച്ചു. അത് കഴിഞ്ഞ് സാമ്പാർ ഉള്ളി, ചെറിയ ഉള്ളി അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 4 ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ഞാൻ. 2 പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറി ലീഫ് 2-3 കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റൗ കത്തിച്ച് ഒന്ന് കടുക് വറുത്ത് എന്നിട്ട് ബാക്കി ചേരുവകൾ ചേർത്ത് എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, പാൻ എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, കടുക് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ടീസ്പൂൺ മമ്മി ഇവിടെ എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇടാം. ഒന്ന് മൂത്ത് വരുന്നു. ആ പച്ച ചുവയൊന്ന് മാറി ഇനി ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇടുവാണ്. ഇവിടെ കൊച്ചുള്ളി എടുത്തേക്കുന്നത്. അതൊന്ന് നിറം മങ്ങി വരുന്നുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇത് കരിയാപ്പില ഇടുകയാണ്. അതും ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഏകദേശം നല്ല ഈ പരുവമായിട്ടുണ്ട്. തക്കാളി അരിഞ്ഞിട്ട് തക്കാളി ഇട്ടു. ഇതിനകത്ത് നമുക്ക് രസപ്പൊടി ഒന്നും വേണ്ട, അല്ലാതെ നമുക്ക് നല്ലൊരു ഇതിൽ ഞാൻ ഒന്ന് എളുപ്പം വഴന്നിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. ഓക്കെ, നമ്മൾ തക്കാളിയൊക്കെ പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയായിരിക്കും ഉപ്പ് ഇട്ടിരുന്നത്. തക്കാളി ഒന്ന് വഴഞ്ഞ് എല്ലാം ഒന്ന് മിക്സാണ്. തീ ഒന്ന് കുറച്ച് വേണം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇടാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, എരിവ് അനുസരണം ഒരു 3/4 സ്പൂണ് മുളക് പൊടി ഇടുവാണ്. ഇത് പിരിയൻ മുളകാണ്, എരിവില്ലാത്ത മുളകാണ്, നിറം കിട്ടാൻ വേണ്ടി. ഓക്കെ, ഇവിടെ കാശ്മീരി ചില്ലി ഇട്ടേക്കുന്നത്. അത് നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് ഇടാമല്ല. കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. പനിയൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കാൻ നല്ലതാണ്. ഈ രസം കൂട്ടി ചോറുണ്ണാൻ നല്ലതാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാവും, പിന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. കുറച്ച് കായത്തിൻ്റെ പൊടി, ഒരു നുള്ളു കായപ്പൊടി, ഒരു നുള്ളു ഉലുവാപ്പൊടി. ഇത്രയും മസാലകളാണ് ഞാൻ ചേർക്കുന്നത്. അതൊന്ന് മസാലയുടെ പച്ചമണം മാറുന്ന വരെ നമുക്കിത് കുറിച്ചെടുക്കണം. അല്ലയോ, ഒരു 2 മിനിറ്റ്സ് പോലും വേണ്ട. അതൊന്ന് ആ മണമൊന്ന് മാറി, മസാലയുടെ മണമൊന്ന് മാറി നമ്മളൊന്ന് ഞെരടി അതിൻ്റെ രസം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ആ വെള്ളം. ഓക്കെ, പുളിവെള്ളം ഒഴിക്കുന്നത്. പുളി ഒന്ന് നിരടിയായിരുന്നു. നിരടിയിട്ട് അതിൻ്റെ വെള്ളം മമ്മി ഇവിടെ ഒഴിച്ചേക്കുന്നത്. ഞാനൊരു 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് കുറുകാൻ വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇത് തുറന്ന് നോക്കാം. കണ്ടോ, നല്ലോണം തിളച്ച് എല്ലാ സത്തും ഇറങ്ങി എണ്ണ തെളിഞ്ഞ് നല്ല രസമായി. ഇത് പനിയുള്ളവർക്ക് കഞ്ഞിക്ക് വാരും ചോറിൻ്റെ കൂടെ ഇച്ചിരി രസം ഒഴിച്ച് ചോറിനൊന്ന് തോന്നി ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള പൊടികളിട്ട് ഒന്നും സ്പെഷ്യൽ കൊണ്ടുവരണ്ട. നല്ലതാണെങ്കിൽ ഇതിൻ്റേതായ കമൻറ്റുകൾ അയച്ചു വരിക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം മമ്മിക്ക്. ഞാനിതിപ്പം ടേസ്റ്റ് ചെയ്യാൻ പോവാം. നമുക്ക് നോക്കാം ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന്. യമ്മി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പിയാണ്.
പിന്നെ ഇതിന് നമുക്ക് വേറെ രസപ്പൊടിയോ ഒന്നും വേണ്ട, വീട്ടിൽ തന്നെ മസാലപ്പൊടിയും കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓണമൊക്കെ വരാൻ പോവാം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടാകുന്ന എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ആയിട്ട് അറിയിക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.